ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇനി വരാനിരിക്കുന്ന കുറച്ച് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമുക്ക് കുറച്ച് ദിവസം ആയല്ലേ നമ്മൾ ഈ പ്രമോ വിശേഷമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും പ്രമോ വിശേഷവും നമ്മൾ പറയുന്നില്ലായിരുന്നു. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ അതായിരുന്നു നമ്മൾ ഇത്രയും ദിവസവും കഥ പറയാൻ നിങ്ങളുടെ മുമ്പിൽ വരാതിരുന്നത്. അപ്പം ഒരാഴ്ചയും കൂടെ ചിലപ്പോൾ ഞാനൊന്ന് ഇടവിട്ട് വരും. പിന്നെ നമുക്ക് കണ്ടിന്യൂസ്ലി ആയിട്ട് കഥ പറയാൻ ഞാൻ വരാട്ടോ. അതായത് നമ്മൾ ഡെയിലി ഇടുന്നുണ്ട്, ഡെയിലി വിശേഷം ഇടുന്നുണ്ട്. പ്രഭവവിശേഷമാണ് നമ്മൾ മിസ് ചെയ്തത്. അതേതായാലും എനിക്ക് കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. അതിപ്പോൾ ഒരാഴ്ചയും കൊണ്ടൊക്കെ അത് തീരും. അപ്പൊ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ ഫ്രീ ആണ്. അപ്പൊ പിന്നെ എന്ന് നിങ്ങളുടെ മുമ്പിൽ കാണും കേട്ടോ. അപ്പൊ ഏതായാലും ഞാൻ വിശേഷത്തിലേക്ക് കിടക്കാണ്. ഇപ്പൊ നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥ തകർപ്പനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നയന പ്രഗ്നന്റ് ആണ്. അപ്പൊ നയനയെ സംരക്ഷിക്കുന്നതും സ്നേഹിക്കുന്നതും എന്താ പറയുക, നയനയുടെ എല്ലാ കാര്യങ്ങളും അനന്തപുരി തറവാട്ടിലെ മുത്തശ്ശിയും ദേവയാനിയൊക്കെ കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഒട്ടും സമാധാനമില്ലാതെ ജലജയും അഭിയും ഒക്കെ ഉണ്ട്. അപ്പൊ നവ്യക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പൊ നവ്യ എന്താ പറയുക, നവ്യ ഇപ്പം നമ്മുടെ നയനയോട് ഇഷ്ടക്കേടൊന്നുമില്ല. പക്ഷെ നവ്യയെ കൊണ്ട് ഇഷ്ടക്കേട് ഉണ്ടാക്കിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞ് നയനയെ അകറ്റണം. പണ്ടത്തെ ആ ഒരു ശത്രുതയുണ്ടല്ലോ, പണ്ടത്തെ ആ ഒരു ദേഷ്യം ഉണ്ടല്ലോ നമ്മുടെ നവ്യക്ക് നയനയോട്, ആ ഒരു ദേഷ്യമാക്കി തീർക്കണം. അപ്പൊ അതിനു വേണ്ടിയുള്ള തത്രപ്പാടിലാണ് ജലജയും അഭിയും. പക്ഷെ അറിയുന്നില്ല, ഒരു വലിയ കച്ചിത്തുരുമ്പുണ്ട് എന്ന് അറിയുന്നില്ല. കാരണം നമ്മുടെ ചന്തുമോളുണ്ടല്ലോ, ചന്തുമോളുടെ കാര്യം എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, ഈ പറയുന്ന അഭിയുടെയും ജലജയുടെയും കൃമികടി. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മുടെ അനന്തപുരി തറവാട്ടിലെ ആ ഒരു എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം എന്താ പറയുക, അവരുടെ ഒരു അഭിമാനം പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. വേറൊന്നുമല്ല, അവിടെ കുറച്ച് വെട്ടത്തിന്റെ പ്രശ്നമുണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അഭിമാനം നിലനിർത്താൻ വേണ്ടി തന്നെയാണ് അനന്തപുരി തറവാട്ടുകാര് ഇത് ആരോടും ഒന്നും പറയാത്തത്. കാരണം ഇങ്ങനെ അങ്ങ് പൊക്കോട്ടെ. അതുമാത്രമല്ല, നമ്മുടെ നവ്യ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയല്ല. നവ്യ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനെ പോലെ പാവമായിട്ടിരിക്കണം എന്നൊന്നുമില്ല, ഇട്ടിട്ട് പോവുകയുള്ളൂ. കാരണം അഭിയുടെ കയ്യിലിരിപ്പോൾ അത്രയ്ക്ക് മഹാമോശമാണ്. എല്ലാവരും അത്രയ്ക്ക് വിശാല ഹൃദയം ഉള്ളവരല്ലല്ലോ. എല്ലാവരെയും ദൈവം ഒരുപോലെ അല്ലല്ലോ സൃഷ്ടിച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നവ്യ ഇട്ടിട്ട് പോകുന്ന ഉറപ്പായിട്ടറിയാം. കുഞ്ഞിനെയും കൊണ്ട് നവ്യയുടെ പണി നോക്കിപ്പോവും. അപ്പൊ അതുകൊണ്ടാണ് സത്യം പറഞ്ഞാല് ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതെ പതുക്കെ നൈസായിട്ട് നമ്മുടെ ആദർശവും മുത്തശ്ശനും ഒക്കെ കൊണ്ടുപോകുന്നത്. ഇതിനിടയിൽ ഇനിയിപ്പം അഭിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, അപ്പൊ അഭി ജലജയോട് പറയുന്ന കുറച്ച് കാര്യങ്ങളും, അഭിയും ജലജയും കൂടി നയനയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പൊ നേരത്തെയൊക്കെ നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചില്ല. അപ്പൊ അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും ഈ ഒരു പ്രഗ്നൻസി ഇല്ലാതാക്കണം. അപ്പൊ അതിനു വേണ്ടിയുള്ള തത്രപ്പാടാണ്. അപ്പൊ അതിന് അനാമികയും കൂട്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ അനാമികയും അഭിയും തമ്മിൽ ഇപ്പൊ ഭയങ്കര ടച്ചപ്പാണ്. അവർ തമ്മിൽ ഭയങ്കര കൂട്ടാണ്. മാത്രമല്ല, കേസൊക്കെ കൊടുക്കണം, ഇനിയും കേസുമായിട്ട് മുന്നോട്ടേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഭി അനാമികയുടെ അടുത്ത് ചെല്ലാണ്. അപ്പൊ അനാമികയോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു വിശേഷമുണ്ട്, അവിടെ നയന പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓഹോ, എങ്കിൽ ഇനിയിപ്പം നിങ്ങളുടെ കാര്യമൊക്കെ പോക്കാണല്ലോ. ഒന്നാമത് നയനെ ആദർശിനെ മതിയല്ലോ അവിടെ എല്ലാവർക്കും. അപ്പൊ അതിൻ്റെ കൂടി ഇങ്ങനെ പ്രഗ്നന്റും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഏതായാലും നിന്റെയും നിന്റെ അമ്മയുടെയൊക്കെ കാര്യം പോക്കാം. നിങ്ങൾ രണ്ടാം തരക്കാരാ, നിങ്ങൾ പുറംപോക്കുകാരാ. ഇനിയിപ്പോ നിങ്ങൾക്ക് അവിടെ സ്ഥാനമൊന്നും ഉണ്ടാവില്ലല്ലോ. എങ്ങനെയെങ്കിലും നൈസായിട്ട് ആ കുഞ്ഞിനെ ഇല്ലാതാക്കുക. അല്ലെങ്കിൽ ഉറപ്പായിട്ടും എടാ അഭി, നിന്റെ കാര്യം പോക്കാം, നിന്റെ അമ്മയുടെ കാര്യവും പോക്കാം. ഇനിയിപ്പം ഉള്ള സ്വത്തുക്കളെല്ലാം നിന്റെ കുഞ്ഞിനൊന്നും കിട്ടാൻ പോകുന്നില്ല. കിട്ടാൻ പോകുന്നത് ഇനിയിപ്പം ആദർശിനും നയനയ്ക്കും തന്നെ ആയിരിക്കും. അവരുടെ പൊന്നോമന കുഞ്ഞിനെ എല്ലാവരും പാട്ടുപാടി ഉറക്കി എല്ലാവരും അവരുടെ പൊന്നോമന കുഞ്ഞിന്റെ പുറകെ ആയിരിക്കും. നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴും അതുപോലെയൊക്കെ തന്നെയാണ്. നയനയെ നിലത്തൊന്നും അല്ല കൊണ്ട് നടക്കുന്നത്. വേറെ ആരും ഗർഭം ധരിക്കാത്തത് പോലെയാണെന്ന് പറഞ്ഞപ്പോൾ നൈസായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. എൻ്റെ അച്ഛനെ അന്ന് ഒരു പൊടി കൊണ്ടു തന്ന കാര്യം നിങ്ങൾക്കറിയാലോ. ആ പൊടിയാണ് കലർത്തി നവ്യക്ക് കൊടുക്കാൻ നോക്കിയതും അത് മാറി നിന്റെ അമ്മായിക്കിട്ട് ചെന്ന് ഏറ്റതും. അപ്പൊ ആ പൊടി വേണമെങ്കിൽ ഞാൻ സംഘടിപ്പിച്ച് തരാം. അപ്പൊ അതൊന്ന് കലക്കി കൊടുക്കുകയാണെങ്കിൽ ഈ ഗർഭം അലസിപ്പോകും. അപ്പൊ അതുകൊണ്ട് അതുവഴി ഒന്ന് നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും, അല്ല ഇതൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ, ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. അല്ല ഇതൊക്കെ അനാമിക ചെയ്തിട്ട് കണ്ടുപിടിച്ചതല്ലേ, അത് ഞാൻ ചെയ്തിട്ടല്ലേ. അഭി, നീ ചെയ്താൽ ഇതൊന്നും കണ്ടുപിടിക്കത്തില്ലെന്നേ. നിങ്ങൾ ആ കുടുംബത്തിലെ ആളല്ലേ. അതുകൊണ്ട് ധൈര്യമായിട്ട് ചെയ്ത് നോക്കി. ഇല്ലെങ്കിൽ ആ കുടുംബത്തിലെ ആളാന്ന് പറഞ്ഞാൽ ഈ നാവും കൊണ്ട് തന്നെ ആ കുടുംബത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയി എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, അഭിയേട്ടന് അതൊന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അഭി നേരെ ചെന്ന് നമ്മുടെ ജലജോട് പറയാണ്, അമ്മ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. മാത്രമല്ല അനാമിക
ആ ഒരു പൊടി കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പൊടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗർഭം അലസിപ്പിച്ച് കളയാനായിട്ട് സാധിക്കും. എന്നാൽ പിന്നെ നമുക്കൊരു കൈ നോക്കത്തില്ലെന്ന് വെച്ചപ്പോൾ, അയ്യോ മോനെ, നീ അങ്ങടോ എൻ്റെ ചക്കര പൊന്നാര മുത്ത്, ഇപ്പോഴെങ്കിലും നിനക്ക് തോന്നിയില്ലോ ഇതൊക്കെ. ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും ഈ ഗർഭം ഒന്ന് അലസിപ്പിക്കണം, അല്ലെങ്കിൽ അവൾമാരുടെ അഹങ്കാരം കുറയില്ല. അപ്പോഴേക്കും അഭി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്താലോ, നവ്യേനെ കൂട്ടുപിടിച്ചാലോ. നവ്യ എന്ത് കൊടുത്താലും അവൾ കഴിക്കൂലോ, അപ്പം നമുക്ക് നവ്യേനെ കൊണ്ട് കൊടുപ്പിക്കാന്ന് പറഞ്ഞപ്പോൾ, നവ്യേനെ കൂട്ടുപിടിക്കാനോ? എടാ, നിന്റെ പെണ്ണുമ്പിള്ള ഇപ്പം നിന്റെ വശത്തൊന്നും അല്ല നിൽക്കുന്നത്, എൻ്റെ വശത്തും അല്ല നിൽക്കുന്നത്. ഇപ്പം നയനയുടെ പുറകെ നടക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഒരു ചേടത്തി അനിയത്തിയല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നൊന്നും അവൾ കേൾക്കില്ല. അതും സ്വന്തം ചേച്ചിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാനും ഇത് അവക്ക് വരെ ദോഷമാണ്, നയനിക്ക് വരെ. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും അവൾ അങ്ങനെ ഒന്നും സമ്മതിക്കത്തൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അഭി പറഞ്ഞു, അല്ലേ പിന്നെ ഇനിയിപ്പോൾ എന്താ ഒരു വഴിയെ, നമുക്കൊരു കാര്യം ചെയ്യാം. നവ്യ പോലും അറിയാതെ വേണം ഇത് നടത്താനായിട്ട്. അപ്പം നവ്യ അറിയരുത്, പക്ഷെ ഇത് നവ്യയുടെ കയ്യിൽ തന്നെ കൊടുത്തു വിടണം. അപ്പം അതിനുള്ള പ്ലാനാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. വേറെ ആര് കൊടുത്താലും, ഞാനോ നീ കൊടുത്താലൊന്നും അവൾ അത് കുടിക്കാൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് ഇത് നവ്യേനെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ആ പൊടിയുടെ കാര്യം നീ അനാമികയോട് പറഞ്ഞേരെ, അതെവിടെ നിന്നാന്ന് വെച്ചാൽ കൊണ്ടുവരാൻ പറയാൻ പറഞ്ഞു. അപ്പം അനാമിക ഈ കാര്യമൊക്കെ ചെന്ന് വീട്ടിൽ പറയാണ് കേട്ടോ. അനന്തപുരി തറവാട്ടിലെ ഗർഭത്തിന്റെ കാര്യം അറിഞ്ഞപ്പോൾ മുതൽ നമ്മുടെ വേണുവിനും രേവതിക്കും ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പം രേവതി വേണുവും കൂടി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും, എങ്കിൽ പിന്നെ കൊള്ളാം, ഇത് പറ്റിയ ഐഡിയ തന്നെയാണ്. അങ്ങനെ ഒരു കുഞ്ഞുങ്ങളും അവിടെ ജനിക്കേണ്ട, അവർക്കൊരു ശാപം കിട്ടിയ പോലെ ആകണം. സ്വന്തം കുഞ്ഞിനെ വളർത്താൻ ഒരു ഇതുണ്ടാകരുത്. ആദർശം നയനയും കൂടെ ചേർന്ന് ഇത്രയൊക്കെ ആക്കി തീർത്തത്, അവളുടെ അഹങ്കാരം നിർത്തണമെങ്കിൽ ഇതൊക്കെ പറ്റത്തുള്ളൂ. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ആ പൊടി ഞാൻ ആ വൈദ്യൻ്റെ അടുത്തുനിന്ന് മേടിച്ചുകൊണ്ട് വരാം. ഒന്നെങ്കിൽ കുഞ്ഞ്, അല്ലെങ്കിൽ നയന, ഇത് രണ്ടുപേരും പോവുകയാണെങ്കിൽ അത്രയും നല്ലത്. അനന്തപുരി തറവാട്ടുകാരുടെ അഹങ്കാരം അവസാനിപ്പിക്കണം എന്നൊരൊറ്റ തയ്യാറെടുപ്പോടു കൂടി നമ്മുടെ വേണു പൊടിയും സാധനങ്ങളും ഒക്കെ മേടിച്ച് കൊണ്ടുവരികയാണ്. അങ്ങനെ അനാമികയുടെ കൈ കൊടുത്തു. ഏതായാലും അഭീനെ വിളിച്ചു വരുത്തിയിട്ട് അഭിയോട് പറഞ്ഞ്, ഈ പൊടി കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം കൊടുക്കാനായിട്ട്. നമ്മളുടെ കയ്യിൽ പോലും ഇത് പറ്റരുത്. ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ചെയ്യണം. നമ്മുടെ കൈ പോലും ഇത് പറ്റാൻ പാടില്ല. മാത്രമല്ല ഇതിന്റെ സ്മെല്ല് പോലും അടിക്കരുത്. അത് മതി ഇല്ലാതാകാനായിട്ട്. അപ്പം അതുകൊണ്ട് എല്ലാം സൂക്ഷിച്ച് കണ്ടു വേണം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും, ഓക്കെ, എല്ലാം സൂക്ഷിച്ച് കണ്ട് തന്നെ ചെയ്യാന്നൊക്കെ നമ്മുടെ അഭി പറഞ്ഞിട്ട് അഭി നേരെ ഇത് ജലജയുടെ കൈ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പം ഈ ജലജയുടെ കൈ കൊടുക്കുന്ന നവ്യ കാണുന്നുണ്ട് കേട്ടോ. അപ്പം നവ്യ ഇങ്ങനെ ജലജയുടെ കയ്യിൽ ഇങ്ങനെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ ഒരു പൊതി കൊടുക്കുന്നു. അപ്പം എൻ്റെ ഭർത്താവ് എനിക്ക് തരാതെ അമ്മായിയമ്മയുടെ കൈ കൊണ്ട്, ഒന്നാമത് നമ്മുടെ നവ്യക്ക് അങ്ങനെ ഉള്ളതാണല്ലോ. അപ്പം നവ്യ എന്തെങ്കിലും സ്വർണ്ണം ആയിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നവ്യ ഇത് കണ്ടിട്ട് നവ്യ ഓടി ചെന്നിട്ട്, ആഹാ കൊള്ളാലോ അഭി അമ്മയ്ക്ക് മാത്രം എന്താ മേടിച്ചോണ്ട് വന്ന് കൊടുക്കുന്നത്, എനിക്ക് തരാത്തത് എന്താ, ഞാൻ അഭിയുടെ ഭാര്യയല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അയ്യോ അതൊന്നും അല്ല, ഇതേ അമ്മയ്ക്ക് പല്ലുവേദനയ്ക്കുള്ള മരുന്നാ. പല്ലുവേദനയോ? അമ്മയുടെ പല്ലുവേദനയുടെ കാര്യമൊന്നും ഇതുവരെ ഇവിടെ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. അല്ല, അമ്മയ്ക്ക് പല്ലുവേദനയുണ്ടോ? അതേ മോളെ, എനിക്ക് ഒരു ദിവസമായിട്ട് ഇപ്പൊ പല്ലുവേദനയാ, നല്ല പല്ലുവേദനയാന്നേ. ഇപ്പൊ തണുപ്പല്ലേ ഇവിടുത്തെ ക്ലൈമറ്റ്, അപ്പൊ അതുകൊണ്ടാന്ന് തോന്നുന്നു. അയ്യോ, ഇപ്പൊ പോലും വർത്താനം പറയത്തില്ല, ഒന്നും കഴിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ എന്നിട്ടാണോ കഴിഞ്ഞ ദിവസം സുഖിന്ന് ഒരു ചിക്കൻ ഫ്രൈയോ എന്നാ ചിക്കൻ പക്കോടയോ ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് ഇവിടെ കടിച്ചു മുറിച്ചിരുന്ന് തിന്നുന്നത് ഞാൻ കണ്ടതാണല്ലോ. അതായിരുന്നു എന്ന് തോന്നുന്നു മോളെ. ഭയങ്കരമായിട്ട് വേദനയാ, പല്ലുവേദനയോ വേദന. ഇനിയിപ്പോൾ ഈ മരുന്ന് കഴിച്ചാലേ എൻ്റെ പല്ലുവേദന മാറത്തുള്ളൂ. ആണോ? എന്നാൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, കുറച്ച് ഉപ്പുവെള്ളമൊക്കെ ഉണ്ടാക്കി തരാം അമ്മയെന്ന് പറയുമ്പോൾ, അതൊന്നും വേണ്ട മോളെ, എനിക്ക് അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. എന്നാൽ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. എന്നാൽ പിന്നെ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂടെ? എന്തിനാ ഈ പല്ലുവേദനയൊക്കെ വെച്ചിട്ട് ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഡോക്ടറുടെ സ്ലിപ്പില്ലാതെ മരുന്നൊക്കെ മേടിച്ച് കഴിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതൊന്നും സാരമില്ല, എനിക്ക് പണ്ട് മുതലേ എനിക്ക് ഈ ഹോസ്പിറ്റൽ അലർജിയാ മോളെ, അപ്പൊ അതൊന്നും സാരമില്ലെന്ന് പറയാം. അപ്പൊ ഈ ഒരു സമയത്താണെങ്കിൽ നയനയ്ക്കാണെങ്കിൽ അടുക്കളയിൽ ഉണ്ണിയപ്പവും പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കുവാണ് ആര്, നമ്മുടെ മുത്തശ്ശി കേട്ടോ. അപ്പൊ മുത്തശ്ശി ഉണ്ണിയപ്പവും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ജലജ അടുക്കളയിലേക്ക് വരുന്നു. ജലജ, ഇപ്പൊ അടുക്കളയിലും കയറാറായോ? അമ്മ ഇപ്പൊ അടുക്കളയിലൊക്കെ കയറുവോ? നേരത്തെ അമ്മയ്ക്ക് ഒന്നിനും പറ്റില്ലായിരുന്നല്ലോ, ഇപ്പോഴമ്മയ്ക്ക് അടുക്കളയിൽ കയറി എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ദേവയാനി പറഞ്ഞു, നീ ഇനി അങ്ങനെയും കൂടെ പറഞ്ഞിട്ട് അമ്മേനെ കിടത്താൻ നോക്കുവാണോടി? നീ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? അമ്മ ചെയ്യട്ടെ, അമ്മയ്ക്ക് പറ്റുന്നിടത്തോളം കാലം അമ്മ ജോലി ചെയ്യട്ടെ. അമ്മയ്ക്ക് അമ്മയുടെ കൊച്ചുമകൾക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അമ്മ ചെയ്യട്ടെ. എൻ്റെ പൊന്നു ജലജ, നീ നാവെടുത്ത് വെച്ച് വളച്ച് ഇനി അമ്മേനെയും കൂടെ നീ കിടത്തി കളയരുതെന്ന് പറഞ്ഞപ്പോ, പിന്നെ എൻ്റെ അമ്മേനെ കിടത്താനോ? ഞാനുള്ള കാര്യം ചോദിച്ചതല്ലേ. അമ്മയ്ക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? അവക്കുള്ളതെല്ലാം ദേവയാനി ഉണ്ടാക്കി കൊടുക്കുക, ഏടത്തി ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ, പിന്നെ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും
വസുന്ധര പറഞ്ഞു, എൻ്റെ പൊന്നു ജലജ, നീ ഇവിടുന്ന് പോയി വേറെ പണി വല്ലതും നോക്ക്. ഞാൻ എൻ്റെ മരുമകൾക്ക് അല്ല എൻ്റെ കൊച്ചുമകൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന് നിനക്ക് എന്താ കുഴപ്പമിരിക്കുന്നത്? അല്ല, എൻ്റെ ഹെൽപ്പ് വല്ലതും വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കാൻ കൂടാന്ന് പറഞ്ഞപ്പോൾ, അയ്യോ എന്ത് പറ്റി ഇപ്പം ഹെൽപ്പ് ചെയ്യാൻ വന്നത്, എന്തോ ഉണ്ടല്ലോ ഇതിന് പിന്നിലെന്ന് നമ്മുടെ ദേവയാനി പറഞ്ഞിട്ട്. അപ്പം ദേവയാനിയോട് പറഞ്ഞു, എൻ്റെ പൊന്നെ എടുത്തി ഒന്നുമില്ലേ, ഞാനൊരു നല്ല കാര്യം പറഞ്ഞതാ, വേണമെങ്കിൽ ഉണ്ടാക്കി തരാമെന്ന് ഉദ്ദേശിച്ച് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളേ, ഏതായാലും നിങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് പതുക്കെ നൈസായിട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പം ഇതിനിടയിൽ നമ്മുടെ നവ്യയ്ക്ക് ജ്യൂസ് വേണമെന്ന് നവ്യ ആവശ്യപ്പെടുകയാണ് കേട്ടോ. അപ്പം നവ്യയ്ക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജലജ പറഞ്ഞു, അതിനെന്താ മോളെ, ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി തരാമല്ലോ. നവ്യ നിനക്ക് മാത്രമല്ല, ഏതായാലും ജ്യൂസ് എടുക്കുമല്ലേ, നിന്റെ ചേച്ചിക്കും കൂടെ ഉണ്ടാക്കി തരാം. നിന്റെ ചേച്ചിയല്ലേ, സോറി, നിന്റെ അനിയത്തി, ചേച്ചി എന്നിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പം നിന്റെ അനിയത്തിക്കും കൂടി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആണോ, എന്നാ പിന്നെ നയനയ്ക്ക് ഇഷ്ടമുള്ള ജ്യൂസേ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയാൽ മതി, അതിനകത്ത് കുറച്ച് ലെമണും കൂടെ പിഴിഞ്ഞൊഴിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ, അതിനിപ്പോൾ എന്താ, ഞാൻ ഒഴിക്കാലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ജലജ ആ പൊടിയൊക്കെ എടുത്തോണ്ട് പോവുകയാണ് കേട്ടോ. ഇനിയിപ്പം അടുത്ത പരിപാടി ഏതായാലും അറിയാമല്ലോ, എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും കേട്ടോ ഉച്ചയ്ക്ക്. അപ്പം എന്നും ഒരു 10 മിനിറ്റ് 9 മിനിറ്റ് ഒക്കെ വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വലിയ ലോങ് വീഡിയോ ആയിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഫുൾ വിശേഷം ഇടുമ്പോൾ ലോങ് ആയിട്ട് ഒരു 10-18 മിനിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പം ഈ പ്രമോ വിശേഷം ഇടുമ്പോൾ ഒരു ലോങ് ആയിട്ട് ചെയ്യുന്നില്ല, അത്യാവശ്യം നിങ്ങൾക്കൊക്കെ കേൾക്കാവുന്ന, നല്ല രീതിയിൽ കേട്ട് ആസ്വദിക്കാവുന്ന രീതിയിൽ തന്നെ ചുരുക്കി പറയാനാണ് എൻ്റെ ഉദ്ദേശം. പണ്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് പ്രമോവിശേഷം ഇട്ടിരുന്നത്. പണ്ടൊക്കെ 8 മിനിറ്റ് ആയിരുന്നു പ്രമോവിശേഷം ഇട്ടിരുന്നത്. പിന്നെ ഇനിയിപ്പം കുറച്ച് കൂടുതൽ പറയാനുണ്ടല്ലോ, പ്രഗ്നൻസി കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം അതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇനിയിപ്പം അങ്ങോട്ടേക്ക് തകർപ്പൻ എപ്പിസോഡുകളാണ് കേട്ടോ. നമ്മൾ ആകാംക്ഷപൂർവ്വം ഇങ്ങനെ നോക്കിക്കാണുന്ന എപ്പിസോഡുകളാണ്. മാത്രമല്ല, അഭിയെ തുരുത്താനായിട്ട് നമ്മുടെ ചന്തുമോളുടെ അമ്മ ഇനിയിപ്പം തിരിച്ചെത്തുന്നുണ്ട്. പുള്ളിക്കാരി കോമാ സ്റ്റേജിൽ കിടക്കുകയല്ലായിരുന്നോ, പുള്ളിക്കാരിയുടെ അസുഖമൊക്കെ മാറി തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ ട്വിസ്റ്റുകൾ നിറഞ്ഞ കഥ തന്നെയാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അതിൽ ഞാനിപ്പോൾ പോവുകയാണ്. അടുത്ത വിശേഷവുമായിട്ട് കാണാം. നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും പ്രമോവിശേഷവും നമ്മളിനി ഇടുന്നതായിരിക്കും കേട്ടോ, ഉച്ചയ്ക്ക് തന്നെ ഇടുന്നതായിരിക്കും. ഉച്ചയ്ക്ക് നമ്മൾ ഈ ഒരു വിശേഷം നമ്മൾ ഉച്ചയ്ക്ക് ഇട്ടിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ രേവതിയുടെയും സച്ചിയുടെ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇടാം കേട്ടോ. അപ്പോൾ ഇനി എന്നും അങ്ങോട്ടേക്ക് നമ്മൾ പ്രമോവിശേഷം ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കുമേ. അപ്പോൾ നയനയുടെയും ആദർശിൻ്റെയും കഥ, ഇന്നത്തെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, നമ്മുടെ ചന്തുമോളെ ഇളക്കാൻ നോക്കുകയാണ് ജലജ. ചന്തുമോളെ ഇളക്കാൻ നോക്കുന്നത് എങ്ങനെയാ, ഇനിയിപ്പം വരുമ്പോഴത്തേക്കും, ഇനിയിപ്പോൾ ഒരു കുഞ്ഞ് വരുമ്പോഴത്തേക്കും, ചന്തുമോളെ നിനക്ക് ഇവിടെ സ്ഥാനം കാണില്ല, നയനമ്മ നിന്റെ അമ്മയല്ല, ഇനി ആ കുഞ്ഞിൻ്റെ അമ്മയാണെന്നൊക്കെ പറഞ്ഞ് നല്ല ഇളക്കുന്നുണ്ട് ചന്തുമോൾ ഇത് എന്ന് നയനയോട് പറയുന്നുണ്ട്. നയന നല്ലത് ജലജയോട് പറയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് സീനുകളൊക്കെ ഇന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ പോവുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് എല്ലാവർക്കും. ടാറ്റാ, ബൈ ബൈ.